ഗുഡ് മോർണിംഗ്. മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ. ഇത് തലേ ദിവസം കുതിർത്ത് വെച്ച കടലയാണ്. ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്. നമുക്കൊരു കുക്കർ ഗ്യാസ് സ്റ്റൗവിലേക്ക് വയ്ക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2-3 കറുകപ്പട്ട, ഒരു ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വറ്റൽമുളക്, കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴക്കാം. സവാള ഇട്ട് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. ഇനി നമുക്ക് ചതച്ച് വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റുക. നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിത് തുടക്കക്കാരിയാണ്, അതിൻ്റേതായ പോരായ്മകളുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും നന്നായിട്ട് വഴറ്റണം. ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കുക.
കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കണം. ശേഷം ഒരു ഇതിനാവശ്യമായ കൂട്ട് റെഡിയാക്കാം. നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ നല്ലപോലെ വറുത്തിയതിന് ശേഷം ഇതിനകത്ത് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മതി, കാരണം നമ്മൾ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതും നല്ലപോലെ ഒന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി നിറച്ചെടുക്കുക. ഒന്ന് നല്ലപോലെ വരട്ടുക. ഗ്യാസിൻ്റെ ഫ്ലെയിം കാത്തു വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാല ഒരു 1/2 സ്പൂൺ ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ ചൂടാക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം കിട്ടും കടലക്കറിക്ക്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. നമുക്ക് കടല വെന്തോന്ന് നോക്കാം. കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കറിക്ക് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ച് കടല നമ്മൾ കൂട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ കൂടെ ഇട്ട് അരച്ചെടുക്കും. ഒരു കുറച്ച് മതി. തണുത്തതിന് ശേഷം അരച്ചെടുക്കുക. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഈ കടലക്കറിയിലോട്ട് ഇതിലോട്ട് ഒഴിക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന കടലിലോട്ട് ഒഴിക്കുക. എന്നിട്ട് അതിന് നല്ലപോലെ ഇളക്കണം. കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ ഒഴിച്ച് നമുക്ക് അതിനെ കലക്കി ഒഴിക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഉപ്പുണ്ടാന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എനിക്ക് പാകത്തിന് ഉപ്പുണ്ട്. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ പുതിയൊരു വീഡിയോ കാണാം. ബൈ.